എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. മമ്മൂക്ക 70ാമത്തെ വയസ്സിൽ ചെയ്ത് കാണിച്ചു കൂട്ടുന്ന ഓരോ അത്ഭുതങ്ങൾ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. 70ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ, ഇപ്പൊ 72 2 കൊല്ലമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഭ്രാന്ത്, നട്ടപ്രാന്ത് എന്നൊക്കെ പറയണേ. അതിന് ഓരോ സിനിമ പുറത്തിറക്കും, ഓരോ പേരിട്ടിട്ട്. ചുരുക്കി പറഞ്ഞാൽ അയാളെ കുറച്ച് നന്നായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ അയാളെ ഭ്രാന്തനാക്കുക. അല്ലേ, അത് ആലോചിച്ചു. അയാൾ അങ്ങനെ വിളിക്കാത്തൊരു മനുഷ്യന്മാരല്ലേ. അതെ, സത്യം. എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് കുറച്ച് കൂടുതലായിട്ട് അഭിനയിക്കുന്നു, അതുകൊണ്ട് അയാളെ അഭിനയത്തിന്റെ ഭ്രാന്ത് കിട്ടോ, അല്ല മറ്റേ ഭ്രാന്താക്കി മാറ്റാം. അതെ അതെ. എന്തായാലും ഭീഷ്മപർവം എന്ന സിനിമയിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ഒരു പരിപാടി. സംഭവം അതിന് മുൻപ് നല്ല സിനിമകൾ ഇല്ല എന്നുള്ളതല്ല കേട്ടോ. ഇതിങ്ങനെ, അതായത് തുടർച്ചയായിട്ടേ അതും വേറെ തലങ്ങളിൽ നിൽക്കുന്ന ഐറ്റംസ്. മറ്റേന്ന് പറഞ്ഞാൽ ഒരേ പാറ്റേൺ അല്ലെങ്കിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത സിനിമകളായിരുന്നു അതുവരെ വന്നുകൊണ്ടിരുന്നത്. അവിടുന്ന് നേരെ ഒരു സിനിമ കഴിഞ്ഞാൽ വ്യത്യസ്തമായ സിനിമ എന്നുള്ള രീതിയിൽ ഓരോ സിനിമകളിലേക്ക് ഇങ്ങനെ മാറി മാറി സഞ്ചരിച്ചു തുടങ്ങിയത് ഭീഷ്മപർവത്തിന് ശേഷമാണ്. ആ സിനിമകളാണ് നമ്മൾ പറയുന്നത്. ഭീഷ്മപർവം തന്നെ നമുക്ക് ഫസ്റ്റ് എടുക്കാം. ഭീകര സാധനം. നമ്മൾ കോവിഡിനൊക്കെ ശേഷം മമ്മൂക്കേന്റെ ഒരു മാസായിട്ടുള്ള ഒരു സംഭവം വരുന്നത്, അത് അമൽ നീരദ് വന്ന് ഞെട്ടിച്ചു കളഞ്ഞു. അത് എല്ലാ രീതിയിലും വളരെ മികച്ചൊരു സിനിമയാണ്. അത് അതിന്റെ അനലൈസിസ് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തതാണ്. തപ്പിയാ കിട്ടും. അതെ, അത്രത്തോളം ഞങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു സിനിമയാണ് ഭീഷ്മപർവം. അതിലെ മമ്മൂക്കയുടെ കഥാപാത്രവും വളരെ വ്യത്യസ്തമായ കഥാപാത്രമാണ്. അതായത് മഹാഭാരതത്തിലെ ഭീഷ്മരായിട്ട് അല്ലെങ്കിൽ ഗോഡ് ഫാദറിലെ കഥാപാത്രമൊക്കെ ആയിട്ട് അതിനെ റെഫറൻസ് ആയിട്ട് എടുക്കാം. ഭീകരമായിട്ടുള്ളൊരു സിനിമ, അടിപൊളി പെർഫോമൻസ്. അതായത് മമ്മൂക്കയുടെ ഭ്രാന്ത് തുടങ്ങുന്ന ഫസ്റ്റ് സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭ്രാന്ത് തുടങ്ങുന്ന, ഇങ്ങനത്തെ ഈ രീതിയിലുള്ള അഭിനയത്തോടുള്ള ഭ്രാന്ത് തുടങ്ങുന്ന സമയം. അതിനുശേഷം വന്നത് OTT റിലീസ് ചെയ്ത സിനിമയായിരുന്നു പുഴു. ഒരു ബേസിക്കലി ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല സിനിമ. പക്ഷെ അതിൽ ചെയ്തിരിക്കുന്ന മമ്മൂക്കയുടെ ക്യാരക്ടർ അത് ഗംഭീര ക്യാരക്ടർ തന്നെയാണ്. ഇതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കാട്ടോ. പക്ഷെ CBI 5 പറഞ്ഞ സിനിമ ഉണ്ട്, ക്രിസ്റ്റഫർ ഉണ്ട്, ഏജന്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ഉണ്ട്, വളരെ മോശപ്പെട്ട സിനിമകളുണ്ട്. അതെല്ലാം നമ്മൾ പറയുന്നത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി, അത് മോളിവുഡിനെ വേറെ തലങ്ങളിലേക്ക് കൊണ്ടുപോയ സിനിമകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ പുഴു, അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ അതിന്റെ സബ്ജക്റ്റ് ഒക്കെ സബ്ജക്റ്റ് ആയിരുന്നു, ഭയങ്കര കുറച്ച് റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര മറ്റെന്താ പറയാ, പരാമർശങ്ങൾ ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു. ഞങ്ങൾക്ക് തോന്നിയത്, അതായത് ജാതീയത അതിൽ പറഞ്ഞെങ്കിലും പക്ഷെ അത് ധൈര്യം കാണിച്ചില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഓപ്പൺ ആയിട്ട് അത് പറയാത്ത പോലെയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വന്നത് ഏതായിരുന്നു അറിയാം? പിന്നെ റോഷാക്ക്. അയ്യോ, നിസാം ബഷീർ വേറെ ലെവൽ സാധനം. എക്സ്പെരിമെന്റൽ എന്ന് പറഞ്ഞാണല്ലോ, കട്ട എക്സ്പെരിമെന്റൽ, വേറെ ലെവൽ ഐറ്റം റോഷാക്ക്. ഹെർമൻ റോഷാക്ക് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ ഡോക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിരുന്നു ഈ മാനസിക പ്രശ്നമുള്ളവർക്കൊക്കെ ഈ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് ഇവരുടെ ഒരു മാനസികാവസ്ഥയെ പുറത്തു കൊണ്ടുവരുന്നൊരു ഐറ്റം റോഷാക്ക് ടെസ്റ്റ്. അപ്പോൾ ആ ടെസ്റ്റായിരുന്നു നമുക്ക് ഇത് സിനിമയിലൂടെ ചെയ്തത്. നമുക്ക് മനസ്സിലായതാണ്. അതെ, അതായത് വെളുത്ത ഒരു പേപ്പർ മടക്കും, എന്നിട്ട് അതിൻ്റെ നടുക്ക് എന്താണോ കാണുന്നത്, അതായത് മഷി വയ്ക്കും, എന്നിട്ട് മടക്കി തുറന്നിട്ട് കാണുന്ന രൂപം എന്താണെന്നുള്ളതാണ് ചോദ്യം. അതുപോലെ തന്നെ നമുക്ക് തിയേറ്ററിൽ നിന്ന് ഫീൽ ചെയ്തു. ആ പേപ്പറായിട്ട് നമുക്ക്, അതായത് ക്യാൻവാസ്, ഇതിൻ്റെ സ്ക്രീന്, എന്നിട്ട് അതിൽ സിനിമ പ്രദർശിപ്പിക്കുന്നു നിസാം ബഷീർ. ശേഷം അത് മഷികൾ കൊണ്ടാണല്ലോ ഓരോ കഥാപാത്രങ്ങൾ അതിലുണ്ടാകുന്നത്. അതായത് അതിലൊരുപാട് കഥാപാത്രങ്ങൾ വെളിപ്പെടും. ഇവര് തോന്നുന്നതായിരിക്കില്ല എനിക്ക് അങ്ങനെ. അത് ഞങ്ങള് മറ്റേ ഒരു പേപ്പറിലൊക്കെ ഇങ്ങനെ വന്നപ്പോ തന്നെ ഞങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കി, എനിക്ക് പൂമ്പാറ്റയായിട്ട് തോന്നുന്നു, ഇവന് വവ്വാലായിട്ട് തോന്നുന്നു. അത്രയ്ക്ക് വ്യത്യാസം. അതുപോലെയായിരുന്നു ഇതിലെ ഓരോ കഥാപാത്രം. ഷെയ്ഡുകൾ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വരും. ഓരോ രീതിയിൽ വിലയിരുത്തി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വ്യത്യാസമുണ്ട്. അത് ശരിക്കും അത് തന്നെയായിരുന്നു. ഓരോ മനുഷ്യന്റെ മാനസികാവസ്ഥ ഒരിക്കലും ഒരേപോലെ അല്ല എന്നുള്ളത് തെളിയിക്കുന്നതും കൂടി ഒരു സംഭവമാണ്. എല്ലാവരെയും വ്യത്യസ്തം തന്നെയാണ്. അതിൽ മമ്മൂക്ക ചെയ്ത കഥാപാത്രം വളരെ മികച്ചതായിരുന്നു, ഷെയ്ഡുകളും വളരെ മികച്ചതായിരുന്നു. അതുപോലെ ബിന്ദു പണിക്കർ ചെയ്ത സിനിമയിലെ എല്ലാരും ബെസ്റ്റാ, എല്ലാം കൊണ്ടും. കോട്ടയം നസീർ, ജഗദീഷ്, മറ്റേ എന്തായിരുന്നു ബിന്ദു പണിക്കർ, പിന്നെ നമ്മുടെ ഗ്രേസ് ആന്റണി, ആസിഫ് അലി, ഇവർ കണ്ണുകൊണ്ട് വന്നിട്ട് ഞെട്ടിച്ച് കളഞ്ഞിട്ട് പോയതാണ്. പിന്നെ ഷറഫുദ്ദീൻ. അങ്ങനെ വമ്പൻ സംബന്ധനയായിരുന്നു ആ സിനിമ. സൂപ്പർ സിനിമയായിരുന്നു. ശേഷം വന്നത് കണ്ണൂർ സ്ക്വാഡ്. നൻപകൽ നേരത്ത് മയക്കം. നൻപകൽ നേരത്ത് മയക്കം വന്നിട്ട് വീണ്ടും ഭീകര ഞെട്ടിക്കത്. ഒരു ക്ലാസ് സാധനം, ക്ലാസ് ഐറ്റം എന്നൊക്കെ പറഞ്ഞാൽ
വേറെ ലെവലിലേക്ക്. അതിന്റെ ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ തീരൂല, അത്രത്തോളം ഉണ്ട്. ഇപ്പോഴും ചിലപ്പോൾ ഒരു സീൻ കാണുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു സീൻ കാണുമ്പോൾ അതിൽ നിന്ന് നമ്മൾ വേറൊരു കഥയിലേക്ക് പോകും. അതെ, ആ ഒരു സിനിമ ചിലപ്പോൾ ഇത് ഇങ്ങനെ ആയിക്കൂടെ എന്ന് ചിന്തിച്ചു. അതിന് അങ്ങനത്തെ സംഭവങ്ങൾ അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ വിലയിരുത്തുന്നത്. അതായത് ഇതിൽ ഉറക്കം, നമ്മുടെ ഒരു മരണവും അതിനുശേഷം നമ്മൾ എണീക്കുമല്ലോ, ഉറക്കം കഴിഞ്ഞ് ഒരു ഉണരലുണ്ടല്ലോ, അത് നമ്മുടെ പുനർജന്മമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതുപോലെ ഇതൊരു നാടകം, അത് തെരുവ് നാടകം പോലെ സംഭവമുണ്ട്. അല്ലെങ്കിൽ ഡുവൽ പേഴ്സണാലിറ്റി പറയാം. ഏതൊക്കെ ലേസ് എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുക്കാം. പ്രേതം പറയാം, അങ്ങനെ പലതും ഉണ്ട്. എന്തൊക്കെയാണോ നമുക്ക് എന്താണോ കാണുമ്പോൾ തോന്നുന്നത് അതാണത്. അതാണ് ആ സിനിമ. അങ്ങനെ ആ രീതിയിലാണ് അത് മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിന് ശേഷം വന്നത് കണ്ണൂർ സ്ക്വാഡ്. അടുത്ത, അതായത് ഭീഷ്മപർവം സിനിമയ്ക്ക് ശേഷം പിടിച്ചു കുലുക്കിയ, അതായത് ബോക്സ് ഓഫീസിനെ പിടിച്ചു കുലുക്കിയ സിനിമയാണ്. ഗംഭീര സിനിമ. ഒരു ഭാഗത്തുനിന്നും നെഗറ്റീവ് റിപ്പോർട്ടുകൾ ഇല്ലാതിരുന്ന ഒരു സിനിമയാണ് കണ്ണൂർ സ്ക്വാഡ് അല്ലേ. അതായത് മൊത്തത്തിൽ പോസിറ്റീവ് റിപ്പോർട്ട്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു റോഡ് മൂവി, ഒരു കേസ് അന്വേഷണം, അത് ഈ ലെവലിൽ, അതായത് എല്ലാം കൊണ്ടും, അതായത് ടെക്നിക്കലി, പെർഫോമൻസ്, എല്ലാം ഈച്ച് ആൻഡ് എവരി ഡിപ്പാർട്ട്മെന്റ് എടുത്താലും. എന്തിനാ പറയണ്ടേ, അതിന്റെ ഇപ്പം ഓരോ ഷോട്ടുകളുണ്ടല്ലോ, അങ്ങനെ ഒരു വീട്ടിലേക്ക് കേറുന്നതാണെങ്കിലും അങ്ങനത്തെ ഓരോ സാധനങ്ങൾ കൊണ്ടും ഞെട്ടിച്ച ഒരു സിനിമയാണ് കണ്ണൂർ സ്ക്വാഡ്. അതും ഒരു ഇപ്പൊ എന്താ പറയാ, ഈ ഭ്രാന്തന്റെ ഒരു ഭ്രാന്താണ് അതും, മറ്റൊരു ഭ്രാന്താണ് അത്. ഇനി അടുത്തത് കാതൽ. കാതൽ ദ കോർ. വർണ്ണങ്ങളാൽ മനോഹരമാക്കിയ സിനിമ അല്ലേ. എന്ത് വർണ്ണങ്ങൾ? അഭിനയ വർണ്ണം, അങ്ങനെ തന്നെ പറയണം. അതും പറയാം. അതിനും ഇങ്ങനെ തന്നെ എടുത്തു. അതെ, അതുപോലെ തന്നെ മഴവിൽ വർണ്ണം, അതായത് ഹോമോസെക്ഷൽ കണ്ടന്റ് ഇത്രയും ശക്തമായി അതും ഈ ഒരു രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു സിനിമ മലയാള സിനിമയിൽ ഇതിന് മുൻപുണ്ടായിട്ടുണ്ടെന്ന് സംശയം. മലയാള സിനിമയിലല്ല, നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ അങ്ങനത്തെ ഒരു സംഭവം കുറവാണ്. കാരണം അതിനുള്ള ഒരു ധൈര്യവും അതിനുള്ള ഒരു കാപ്പബിലിറ്റി ഒക്കെ ഉള്ളത് ഈ ഒരു ഭ്രാന്തന് മാത്രം. കർത്താവ്, ഞാൻ ഭ്രാന്തൻ വിളിച്ചിട്ട് എന്റെ നാട്ടുകാരെ എടുത്തിട്ടല്ലോ. ഇത് അഭിനയത്തിന്റെ ഭ്രാന്താണ്, വീണ്ടും ഞാൻ എടുത്ത് പറയുന്നുണ്ട്. അതിനുള്ള ഒരു കെൽപ്പ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ധൈര്യം കാണിക്കുക. അതിന് എന്തെന്നറിയും, അഭിനയത്തോടുള്ളൊരു അഭിനിവേശം എന്ന് പറയില്ല, ആ സാധനം കൂടുതൽ വേണം. അല്ലാത്ത ആൾക്കാരൊന്നും ഇങ്ങനത്തെ ക്യാരക്ടർ അതിന് മുൻപ് ആദ്യം അത് അപ്ഡേറ്റഡ് ആവണം. ഈ ലോകം മാറുന്നു എന്ന് ആദ്യം അറിയണം. അതിനുശേഷമാണ് അത് ഈ ഒരു കഥാപാത്രം എടുക്കുക. പിന്നെ ആള് പറഞ്ഞ പോലെ അഭിനയത്തോടുള്ള അഭിനിവേശം, അതിലാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് തന്നെയാണ് കേട്ടോ. ഇത് ഈ സിനിമ ലോക ശ്രദ്ധ നേടി, അത്രത്തോളം ചർച്ചയായി. ആ സിനിമയെ കുറിച്ച് മമ്മൂക്കൊക്കെ പറയുന്ന കാര്യങ്ങളും അത് തന്നെ. ഇതിനകത്ത് പൈസ കിട്ടുമോ അല്ലെങ്കിൽ കളക്ഷൻ കിട്ടുമോ നോക്കിയിട്ടൊന്നും അല്ല ആ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളത്. അഭിനയിക്കാം, ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറെ അഭിനയിക്കണം, അതൊരു സിനിമ ആക്കണം എന്നങ്ങോട്ട് തോന്നി. അതാണ് ചെയ്യാനുള്ള കാരണം. ജനങ്ങൾ ഇത് ഏത് രീതിയിലും ഏത് വഴിയും കണ്ടോളും, തിയേറ്ററിൽ തന്നെ നിർബന്ധമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഇറക്കിയ സിനിമയാണ്. അതായത് GCC കൺട്രികളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കൂടുതൽ വരേണ്ടത്. അവിടെ ബാൻ കിട്ടിയിട്ടുണ്ട്. അതൊന്നും വിഷയമല്ല, അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇറക്കിയ സിനിമ. ഞാൻ അഭിനയിച്ച് 4 പേര് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. എനിക്ക് 10 ഉറുപ്പിക വേണ്ട, സംഭവം കിടിലാണെന്ന് പറയണം, അത്രേ ഉള്ളൂ. അത് അങ്ങനത്തെ ഒരു ഭ്രാന്ത് വേറെ. അതെ, ഈ ഭ്രാന്തിൽ മറ്റൊന്നും കൂടി ഉണ്ട്. അതായത് വളരെ മികച്ച സിനിമ ചെയ്യാൻ ആളൊരു പ്രൊഡക്ഷൻ കമ്പനി തന്നെ തുടങ്ങി, മമ്മൂട്ടി കമ്പനി എന്ന പേരിട്ടിട്ട്. അതിലോ വരുന്നതെല്ലാം എണ്ണം പറഞ്ഞ അല്ലെങ്കിൽ മലയാളത്തിന് തന്നെ അഭിമാനിക്കാവുന്ന സിനിമകൾ സെലക്ട് ചെയ്യുന്ന രീതി. പണ്ടൊക്കെ മലയാള സിനിമയെ കുറിച്ച് മറ്റ് ഇൻഡസ്ട്രിയിൽ ഭയങ്കര ചർച്ച ആകാറുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും ചർച്ചയാക്കി തുടങ്ങിയത് ഈ മമ്മൂട്ടി കമ്പനിയാണ്. ഓക്കെ, അടുത്തത് ഭ്രമയുഗം. ഇപ്പൊ നടക്കുന്ന ആ ഒരു കൊലപ്പരാന്ത്, അതിന്റെ മോനെ എന്താ ഐറ്റം, എന്താ പറയാ. ഭ്രമയുഗം കണ്ടിട്ട് നമ്മളത് പറഞ്ഞതാ, തിയേറ്ററിൽ ഇരിക്കുമ്പോൾ പോലും പുറകിന്നുള്ള വിളി ഇതാണ് വിളിച്ചു പറയുന്നത് ഓരോ സീനിന് ശേഷവും. ഇങ്ങനത്തെ ഭ്രാന്താടാ. കാരണം അങ്ങനെയാണ് അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതൊക്കെ എനിക്കൊന്ന് ഭ്രാന്തിന്റെ ഒരു മൂർധന്യാവസ്ഥയുണ്ടല്ലോ, അതിലെത്തി നിൽക്കുക എനിക്ക് തോന്നുന്നു. ഇനിയും ഉണ്ടാവട്ടെ, ചിലപ്പോ പറയാൻ പറ്റില്ല. സിനിമ കണ്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താ അറിയോ, ഇങ്ങനെയൊക്കെ മമ്മൂട്ടിക്ക് ചെയ്യാൻ കഴിയുന്നുള്ളത് അത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതാണ്. അപ്പൊ നമുക്ക് ഇനി വേറെ ലെവലിൽ ആൾക്ക് തരാൻ പറ്റുന്നുള്ളത് ആളുടെ മാത്രം അല്ല, സത്യമായിട്ട് നമ്മുടെ ഉള്ളില് നമുക്ക് മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരാളെ ഇങ്ങനത്തെ കോലത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ മേക്ക് ഓവറിൽ കണ്ടിട്ടുണ്ട് നമ്മൾ പലതിലും. പക്ഷെ ഇപ്പോഴും ഈ ഒരു ഏജില് ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളത് നമുക്കൊരു സംശയം തോന്നി. അന്ന് ചെയ്തതൊക്കെ അന്നത്തെ ലാസ്റ്റ് അതോടെ തീർന്നെന്ന് നമ്മൾ കരുതും.
പക്ഷെ വീണ്ടും വീണ്ടും വേറെ വേറെ അങ്ങനെ വരുമ്പോഴാണ് ഇതും ചെയ്യാൻ കഴിയൂലേ, ഇതൊന്നും ഒന്നുമല്ല, ഇനിയും ഉണ്ടെന്നുള്ള തോന്നല് വരുന്ന അപ്പോഴാണ്. മരുന്ന് മറ്റേ കുപ്പിയിൽ ഇങ്ങനെ ഒഴിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറേശ്ശെ നമ്മൾ തരാൻ മരുന്നാണല്ലോ, അപ്പൊ അത് കുറേശ്ശെ ഒഴിച്ച് തന്നോണ്ടിരിക്കുന്നുള്ളൂ. ഇനി മരുന്നുണ്ട്, മരുന്ന് കയ്യിലുണ്ട്, അതാണ് വരും. എന്തായാലും 70 കഴിഞ്ഞപ്പോ വേറെ ലെവലാണ്. 72 വയസ്സ്, ഈ 2 കൊല്ലം കൊണ്ട് എന്താ പറയാ വേറെ ലെവലിലേക്ക് എത്തിച്ചു. വേറെ ലെവല്. ഈ സിനിമകളുടെ സെലക്ഷൻ ആയാലും അതിനിടയിൽ കൂടി പൊട്ടിയതും പൊളിഞ്ഞതും ഒക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അപ്പോഴും എന്താണെന്നറിയോ, സെലക്ഷൻ എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് പോകും. അല്ലെങ്കിൽ ഒരു ഭ്രമയുഗം ചെയ്ത് കഴിഞ്ഞിട്ട്, പക്ഷേ ഒരു പുഴു ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ CBI ചെയ്യുന്നു, CBIക്ക് ശേഷം നേരെ വന്ന് റോഷാക്ക് ചെയ്യുന്നു, റോഷാക്കിന് ശേഷം ഏജന്റ് പോയി ചെയ്യുന്നു. അപ്പൊ തന്നെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. സിനിമ സെലക്ട് ഇൻഡസ്ട്രിയിൽ വരെ പോയിട്ട് അഭിനയിക്കുന്നു. അതെ, പല തരം കളികളാണ്, വേറെ എന്തൊക്കെയോ ആണ് പരിപാടി. മൊത്തത്തിലൊരു വിരകനാണ്, നമുക്ക് പോലും മനസ്സിലാവില്ല എങ്ങനെയാണ് ഇത് ഇയാള് സെലക്ട് ചെയ്യുന്നത്. എന്തൊരു എന്താ അറിയോ, ഇങ്ങനത്തെ സിനിമകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സെലക്ഷനൊക്കെ കാണുമ്പോൾ വാതോരാതെ പറയാൻ തോന്നും. കാരണം നമുക്ക് പോലും നമ്മുടെ എക്സൈറ്റ്മെന്റ് എങ്ങനെ കാണിക്കണമെന്ന് അറിയത്തില്ല. സത്യമായിട്ടും സ്നേഹം കൊണ്ടാ. ഞാൻ ഏത് സിനിമ ഭ്രമയോഗം കഴിഞ്ഞിട്ടാണോ ഞാൻ നിന്നോട് പറഞ്ഞത്? നിന്നോട് തന്നെയാണോ പറഞ്ഞത് അതോ ഞാൻ വേറെ ആളോടാണോ പറഞ്ഞത്? എനിക്ക് ഓർമ്മയില്ല. മമ്മൂക്കനെങ്ങാനും കണ്ടാല് കെട്ടിപ്പിടിച്ചൊരുമ്പോൾ. കാരണം നിന്നോടല്ലല്ലോ, എന്നാൽ ഞാൻ എൻ്റെ അവിടെ ഇരുന്നിട്ട് ഞങ്ങളുടേതായ ഒരു ചർച്ചയുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ സംഭവം അത്രയ്ക്കും ഞെട്ടിച്ചു കളഞ്ഞു തന്നെ. കാരണം ഇങ്ങനത്തെ കുറെ സിനിമകൾ, അത് ഒന്നൊക്കെ ആണെങ്കിൽ നമുക്ക് സഹിക്കാം, അത്രേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞ കണ്ടിന്യൂസ് ഇമാതിരി എന്താ പറയാ വെറൈറ്റി ഐറ്റം കൊണ്ടിരുന്നു. അപ്പം ഒരു പ്രാവശ്യം കാണാൻ പറ്റിയിട്ടില്ല. ഇതിൽ എന്തൊക്കെ നോക്കണം, അതായത് വെറും ഹിറ്റ് മാത്രമല്ല, അതായത് കഥാപാത്രങ്ങൾ, വൈവിധ്യമുള്ള കഥാപാത്രങ്ങൾ വേണം, വൈവിധ്യമാർന്ന സിനിമകൾ വേണം, വേറെ ഐറ്റംസ്. നിനക്ക് ഇനി ഒരു ഭയങ്കര വിഷമം ഉണ്ടാവും. കാരണം എന്താ പറയുക, ഈ വീഡിയോ മമ്മൂക്ക് കാണും. മമ്മൂക്ക ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മമ്മൂക്കേനെ ഒരു പ്രാവശ്യം കണ്ട കെട്ടിപ്പിടിച്ചൊരു മമ്മൂക്ക് ഇനി വിളിക്കും, ആ ചെക്കനോട് ഇങ്ങോട്ട് വരാൻ പറ. മറ്റൊരാളിരുന്നോട്ടെ. ഇല്ലല്ല, എനിക്ക് കിസ് ചെയ്യണ്ട, നമുക്ക് കിസ് ചെയ്യണ്ട. നമുക്ക് വെച്ചൊരു സിനിമയാണോ? അപ്പൊ ഷൂറായി എന്നെ മാത്രം വിളിക്കുള്ളൂ എന്നുള്ളത്. അവനെ വിളിക്കല്ലേ, ചാൻസ് ചോദിക്കുന്നു. അപ്പൊ എന്തായാലും പോവല്ലേ? അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ.